കഴിഞ്ഞ മാസം എനിക്കൊരു വാട്സപ്പിൽ എനിക്കറിയാത്ത ഒരാളൊരു മെസ്സേജ് ചെയ്തു. നമ്മൾ ഒരു നൂറ്റാണ്ട് മുമ്പ് വരെ പഞ്ചസാര ഉപയോഗിച്ചിരുന്നു. ഈ പഞ്ചസാര മിക്കവാറും ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന് നമ്മളെ തകർക്കാൻ വേണ്ടി കൊണ്ടുവന്ന ഒരു ഗൂഢാലോചനയായിരിക്കും സാധ്യതയെന്ന് പറഞ്ഞു. അപ്പോഴാണ് ഞാൻ ഈ പറഞ്ഞ സാധനം ഒന്ന് അന്വേഷിച്ചത്. നിഷ പറഞ്ഞ റിസർച്ച് ചെയ്ത് യഥാർത്ഥത്തിൽ പഞ്ചസാര ഒരു ഇന്ത്യൻ പ്രൊഡക്റ്റാണ്. പഞ്ചസാര അതായത് ക്രിസ്തുവിന് മുമ്പ് തന്നെ അതായത് ഈ കരിമ്പിൽ നിന്നുള്ള സാധനം ഉണ്ടാക്കുന്നത്. പഞ്ചസാര കണ്ടുപിടിച്ച ഇന്ത്യക്കാർ ഗുപ്ത കാലഘട്ടത്തിലാണ് ആദ്യമായി പഞ്ചസാര ഉണ്ടാക്കുന്നത്. ഇവിടുന്ന് പോയതാണ് ലോകത്തേക്ക് എല്ലായിടത്തും. അതിൻ്റെ പേര് തന്നെ നോക്കുക. അപ്പം സംസ്കൃതത്തിൽ ശർക്കര എന്നാണ് അതിന് പറയുക. ശർക്കര എന്ന് തന്നെയാണ് പഞ്ചസാരയ്ക്ക് പറയുന്നത്. ഈ ഹിന്ദിയിൽ സുക്കർ, അറബിയിലും സുക്കറാണെന്ന് തോന്നുന്നു. ഈ അറബിയിൽ നിന്നാണ് ഇംഗ്ലീഷിലേക്ക്, ഇറ്റാലിയൻ വഴി ഇംഗ്ലീഷിലേക്ക് ഷുഗർ വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടുന്ന് പോയ സാധനമാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാൽ ഇന്ത്യക്കാരുടെ ശരീരപ്രകൃതി പൊതുവെ എന്താണ്, ഈ നമ്മുടെ ഈ അബ്ഡോമിനൽ ഫാറ്റ് വളരെ പെട്ടെന്ന് വിസിബിളാണ് മറ്റ് രാജ്യക്കാരേക്കാൾ. പ്രത്യേകിച്ച് ഈസ്റ്റ് ഏഷ്യ, ഈ ഇന്തോനേഷ്യ, ഇന്ത്യ അങ്ങനെയുള്ള ഈസ്റ്റ് ഏഷ്യക്കാർക്കാണ് അത് കൂടുതലുള്ളത്. സൗത്ത് ഈസ്റ്റ് ഏഷ്യ. ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ ഡയറ്റ് തന്നെയാണ്. ഈ ശാസ്ത്രജ്ഞന്മാർ ചിലർ പറയുന്നുണ്ട് നമ്മുടെ DNA അങ്ങനെയാണ്. DNA എങ്ങനെ ആവാതിരിക്കും? ഗുപ്ത കാലം തൊട്ട് നമ്മൾ പഞ്ചസാര കഴിക്കുമല്ലേ, വേറെ ആരും ഇത് കഴിച്ചിട്ടില്ല. അവർ നാച്ചുറൽ ഷുഗറാണ് കഴിച്ചുകൊണ്ടിരുന്നത്. നമ്മൾ ഗുപ്ത കാലഘട്ടത്തെ ശർക്കരയും പഞ്ചസാരയും കഴിച്ചുകൊണ്ടിരിക്കുക, പിന്നെ എങ്ങനെ DNA മാറാതിരിക്കും? അപ്പോൾ ഇതാണ് യഥാർത്ഥത്തിലുള്ള പ്രശ്നം. അപ്പോൾ ഈ കാർബ്സ് കുറയ്ക്കുക, പ്രോട്ടീൻ കണ്ടൻറ്റ് കൂട്ടുക, ഭക്ഷണത്തിൽ പ്രോട്ടീൻ കണ്ടൻറ്റ് കൂട്ടുക, ഫൈബർ കൂട്ടുക, ഗട്ട് ഹെൽത്ത് നോക്കുക. ഗട്ട് ഹെൽത്ത് ഇതിൽ വളരെ പ്രധാനമാണ്. ഇതൊക്കെ ആളുകൾക്ക് ഈ പുതിയ കാലത്ത് വലിയ ബോധോദയം ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ മാറ്റം നമ്മൾ കാണുന്നുണ്ട് വിപണിയിൽ. അപ്പോൾ നമ്മളിപ്പോൾ പഞ്ചസാരയുടെ ഇത് കുറഞ്ഞു, ബേക്കറി കുറഞ്ഞു, അരി വിൽപ്പന കുറഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഓൺലൈനിലെ പ്രോട്ടീൻ പൗഡറിൻ്റെ വിൽപ്പന എത്ര കൂടിയുണ്ട്. അതുപോലെ ഹെൽത്തി ഫുഡിൻ്റെ വിൽപ്പന. ഹെൽത്തി ഫുഡ് ഒന്ന് നോക്കുക. നമ്മുടെ ഓഫീസിന് ഫ്രണ്ടിൽ തന്നെ നമ്മുടെ ഓഫീസിന് ഫ്രണ്ടിൽ തന്നെ ഉണ്ട് ഒരു ഹെൽത്തി ഫുഡിൻ്റെ ഹോൾസെയിൽ എക്സ്ക്ലൂസീവ് ഷോപ്പുണ്ട്. അങ്ങനെയല്ല, അതായത് നമ്മൾ ഹെൽത്തി ഡയറ്റ് എന്ന് പറയുമ്പോൾ അതിൽ ഫോർമുല ഫുഡ് ഉണ്ടാവേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, അത് കീപ്പ് ചെയ്യാൻ നമുക്ക് ഏതൊക്കെ ഫുഡ് കഴിക്കാം എന്നുള്ളതാണ് പ്രധാനം. പക്ഷേ ഈ പറയുന്ന ഫിറ്റ്നസ് അഡ്വൈസേഴ്സൊക്കെ പറയുന്നത് നമ്മൾ വീട്ടിലുണ്ടാക്കി കഴിക്കുന്നതാണ് നല്ല, പുറത്ത് കഴിക്കുന്നതിനേക്കാളും നല്ലതാണ്. പ്രോസസ്ഡ് ഫുഡ് ഒഴിവാക്കുക. ഓൾ ഗ്രെയിൻസ് എന്ന് പറഞ്ഞാൽ മൈദ ഒഴിവാക്കുക. അതായത് ബ്രൗൺ റൈസ് ആക്കുക. പൊറോട്ട പണ്ടേ ശത്രുവാണല്ലോ അല്ലേ? പൊറോട്ട ഷുഗർ സ്പൈക്ക് ചെയ്യുന്ന സാധനമാണ്, വൻ തോതിൽ ഷുഗർ സ്പൈക്ക് ചെയ്യുന്ന സാധനമാണ്. നമ്മൾ ഈ ഷുഗർ എന്ന് പറയുന്നത് ഈ മെറ്റാബോളിക് സിൻഡ്രോം ഡിസീസ് എന്ന് പറഞ്ഞൊരു കൂട്ടം രോഗങ്ങളുണ്ട്. അതിൽ ഷുഗർ, കൊളസ്ട്രോൾ, ഈ പറയുന്ന വിസറൽ ഫാറ്റ്, ഹാർട്ട് ഹെൽത്ത്, ഇങ്ങനെ തുടങ്ങിയ ഇതെല്ലാം നമ്മുടെ ഡയറ്റുമായി ബന്ധപ്പെട്ടാണ്. ഡയറ്റ് ക്ലിയർ ആക്കുക എന്നുള്ളതാണ് നമ്മുടെ മൊത്തം ഫിറ്റ്നസ്സിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. 70% ഡയറ്റാണ്, 30% വർക്കൗട്ടിനോ എക്സസൈസിനോ കാര്യമുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് കഴിക്കുന്നോ അതാണ് നമ്മൾ എന്നുള്ളത് ആളുകൾ മനസ്സിലായിക്കൊണ്ടിരിക്കുന്നു. നല്ല കാര്യമല്ലേ?